വയനാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുറത്തുവിട്ട കണക്ക് അടിമുടി ദുരൂഹം. സണ്ണി ജോസഫ് വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കണക്കുകൾ മുഴുവൻ ഫണ്ണിയായി മാറിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എത്രയാണ് ആപ്പ് ഉപയോഗിച്ച് പിരിച്ച തുക, എത്രയാണ് ഭൂമി വാങ്ങിക്കാൻ ചെലവാക്കിയ തുക, ഇനി എത്രയാണ് KPCCയുടെ അക്കൗണ്ടിൽ നിന്ന് രജിസ്ട്രേഷന് വേണ്ടി തനത് ഫണ്ടിൽ നിന്ന് എടുത്തു മാറ്റിയ തുക എല്ലാം കൂടി ചേർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കും നിലവിൽ നമ്മൾ അതെല്ലാം കൂടി ചേർത്ത് കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന കണക്കും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ സണ്ണി ജോസഫെ. അതെന്താ അത്ര ഒരു പൊരുത്തക്കേട്? ഇത്തരം കണക്കുകളൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയണ്ടേ? കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ ഫണ്ട് മുക്കിയത് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കണക്കുകളിലെ പൊരുത്തക്കേട് നിങ്ങൾക്കൊന്ന് തുറന്നു കാട്ടിത്തരാം. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കണക്ക് ദേ ഇങ്ങനെയാണ്. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിൽ കിട്ടിയ കണക്ക് 5,31,21,632 രൂപ. ശ്രദ്ധിക്കുക, അക്കൗണ്ടിൽ മൊത്തത്തിൽ പിരിഞ്ഞു കിട്ടിയത് 5,31,21,632 രൂപ. ഇത് കൂടാതെ യൂത്ത് കോൺഗ്രസ് കൈമാറിയ തുക 1,05,00,000. അപ്പോൾ അക്കൗണ്ടിൽ കിട്ടിയത് 5,38,21,632 രൂപ. യൂത്ത് കോൺഗ്രസ് 1,05,00,000. KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് എടുത്തത് 97,51,212 രൂപ. ഇത് രജിസ്ട്രേഷൻ നടപടികൾക്ക് വേണ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 3 ഫണ്ടുകളാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ 3 തുകകൾ കൂടി നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ആകെ KPCCക്ക് ഇതുവരെ പിരിച്ചെടുത്തതും എല്ലാം കൂടി ചെലവാക്കിയതായി പറയപ്പെടുന്നത് 7,40,72,844 രൂപ. കൃത്യമായി ശ്രദ്ധിക്കുക, അക്കൗണ്ടിൽ കിട്ടിയത്, യൂത്ത് കോൺഗ്രസ് കൊടുത്തത്, KPCCയുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാം കൂടി എടുത്ത തുക 7,40,72,844 രൂപ. ഇനി ഇദ്ദേഹം പറഞ്ഞ ചെലവിന്റെ കണക്ക് കൂടി നമുക്ക് നോക്കാം. 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം വാങ്ങാനായിട്ട് ഈ പിരിച്ച ഫണ്ടിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ചെലവഴിച്ചത് 3,68,36,089 രൂപ. ശ്രദ്ധിക്കുക, ആദ്യഘട്ടത്തിൽ മേടിച്ച ആന ഇറങ്ങുന്ന ആനത്താരയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് 3,68,36,089 രൂപ. പിന്നീട് 2 ഏക്കർ 18 സ്ഥലം കൂടി വാങ്ങി എന്ന് പറയുന്നുണ്ട്, ആരും അറിഞ്ഞില്ല. എന്തായാലും അതിനു വേണ്ടി വിനിയോഗിച്ച തുക, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി ചെലവഴിച്ച തുക 2,50,30,272 രൂപ. ഇനി ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനോടൊപ്പം തന്നെ ചെലവഴിച്ചത് 9,30,30,000 രൂപ. ശ്രദ്ധിക്കുക, ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചത് 9,30,30,000 രൂപ. അപ്പോൾ ഈ 3 ചെലവ് കണക്ക് കൂടി ആകെ ഒന്ന് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ മൊത്തം വരുന്നത് 6,27,96,361 രൂപ. ശ്രദ്ധിക്കുക, ചെലവ് 6,27,96,361 രൂപ. അതായത് സുഗുണ, ആകെ വരവ് 7,40,72,844, ചിലവ് 6,27,96,361. ആ വരവിൽ നിന്ന് ചെലവ് അങ്ങ് കുറച്ചു നോക്കിയാൽ ബാക്കിയായി കാണിക്കുന്നത് 1,12,76,483 രൂപ. എത്ര? ബാക്കി കാണേണ്ടത് 1,12,76,483 രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ മിച്ചം കാണണം. പക്ഷേ ഇപ്പോൾ 5 പൈസ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ 1,12,76,483 രൂപ ആരെടുത്തു? അത് സണ്ണി വക്കീൽ എടുത്തോ, സതീശൻ എടുത്തോ, അതോ KC വേണുഗോപാൽ കൊണ്ടുപോയോ? ഇനി അതല്ല, ഗർഭചിത്രം, ഗർഭം കലക്കൽ, പോക്സോ കേസ് ഒത്തുതീർപ്പിനുള്ള പണം കൊടുക്കൽ വാങ്ങൽ, 5 സ്റ്റാർ ഹോട്ടലിലെ ബില്ല് പേയ്മെന്റ്, അങ്ങനെ ഏത് വഴിക്കാണ് ഈ 1,12,00,000 രൂപ? ഇപ്പൊ തന്നെ കണക്കിൽ വലിയ പെശക് വന്നിട്ടുണ്ട്. ഇത്ര പൈസ മിസ്സായതായിട്ട്, അതായത് അടിച്ചോണ്ട് പോയതായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഈ നിലയ്ക്ക് ഇനി രജിസ്ട്രേഷന് 77 ലക്ഷം രൂപ കൂടി വേണമെന്ന് പറയുമ്പോൾ കണക്കുകൾ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ പിള്ളേച്ച. ശവം തൂക്കികളെന്ന് പിന്നെയും പിന്നെയും വിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ
ദുരന്തത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ശവങ്ങൾ കാട്ടി ഇവർ പിരിച്ചെടുത്ത തുകയിൽ ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവർ തന്നെ വിവരിച്ച കണക്കുകളിലും അടിമുടി ദുരൂഹമാണ്. കണക്ക് പറഞ്ഞേ മതിയാകൂ. ആര് മുക്കി, എപ്പോ മുക്കി, എവിടേക്ക് കൊണ്ടുപോയി? ആ 1,72,00,000 രൂപയുടെ കണക്ക് പറ KPCC പ്രസിഡന്റ് എന്ന് ഈ നാട് ആവശ്യപ്പെടുകയാണ്.